എം.എൻ. തങ്കപ്പൻ സാറിനെ പറ്റി പറയുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ പാരസ്പര്യമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ചെക്കയിലുദിക്ക് മുമ്പ്, ഇപ്പോഴത്തെ ചെക്കയിലടിക്കും എന്നാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ചെക്കൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക്, സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം എഴുതി എന്നുള്ളത് പ്രത്യേകം പ്രസ്താവികമായ കാര്യമാണ്. പൂവല്ല പൂന്തളിരല്ല എന്നുള്ള പാട്ട് എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. അത് ഭാസ്കരമാഷ പേരിലാണ് ഇപ്പം വന്ന് കിടക്കുന്നത് എങ്കിൽ പോലും എൻ്റെ ഒരു സംശയമാണ്, അത് അദ്ദേഹം എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു പാരസ്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുക. കുറുകുഴലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ശ്രീ എം.എൻ. തങ്കപ്പൻ സാറിൻ്റെ കഥകൾ തുടരുന്നു. മലയാള ചലച്ചിത്ര ശാഖയിലെ നിരവധി സവിശേഷമായ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത പ്രൊഫസർ കവിയൂർ ശിവപ്രസാദ് സാറാണ് ഇന്ന് എം.എൻ. തങ്കപ്പൻ സാറിനെ ഓർമ്മിക്കുന്നത്. മലയാള സിനിമയിൽ വേമ്പനാട്, സൈരന്ധ്രി, ഗൗരി, സ്ഥലം, ജലരേഖകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും മലയാള ഭാഷയിൽ നിരവധി ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്യുകയും ഇന്ത്യയിലെ പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അധ്യാപകനുമായിരുന്ന കവിയൂർ ശിവപ്രസാദ് സാറിൻ്റെ സംവിധാനത്തിൽ എം.എൻ. തങ്കപ്പൻ സാറ് രചിച്ച പതിതരുടെ ഓണം എന്ന ടെലിഫിലിം ദൂരദർശൻ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ശ്രീ എം.എൻ. തങ്കപ്പൻ സാറിൻ്റെ കാവ്യജീവിതവും എഴുത്തും തിരക്കഥയും പാട്ടുകളും മലയാള കാവ്യശാഖ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയി എന്നുള്ള ആക്ഷേപവും, മലയാള സാഹിത്യത്തിൽ എം.എൻ. തങ്കപ്പൻ സാറിൻ്റെ പാട്ടുകളും എഴുത്തുകളും പുതിയ തലമുറ ശ്രദ്ധിക്കണമെന്നും കവിയൂർ ശിവപ്രസാദ് സാറ് ഈ അഭിമുഖത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കുറുകുഴലിൻ്റെ ഈ അധ്യായം ശ്രദ്ധാപൂർവം കേൾക്കുകയും കാണുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എം.എൻ. തങ്കപ്പൻ സാറിനെ പറ്റി പറയുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ പാരസ്പര്യമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് എന്നോട് വാത്സല്യവും എനിക്ക് ബഹുമാനം കളഞ്ഞ ഒരു സ്നേഹവുമായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി തവണ അദ്ദേഹവുമായി സംവേദിക്കുവാനും കൂടുതൽ വാഗ്വാദങ്ങൾ നടത്താനും, ഹെൽത്തി ഡിബേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം രാമൻ സാറാണ്, ചിത്രകാരനായ രാമൻ സാറ്. അദ്ദേഹം ആണ് എം.എൻ. സാറിനെ കൂട്ടിക്കൊണ്ട് ഇവിടെ വരികയും അന്ന് ഇവിടെ ഒരു ഔട്ട് ഹൗസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ടായിരുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങളും പറയുകയും ഒക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ കുട്ടപ്പൻ സാറും കൂടെ വരുമായിരുന്നു. സമകാലിക സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് പദ്യ സാഹിത്യത്തിൽ ഏറ്റവും പ്രഗത്ഭമായ ആൾക്കാരെ പറ്റിയൊക്കെ അദ്ദേഹം വളരെ പ്രൗഢമായ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ മാറ്റൊലി കവികൾ എന്ന് പറയപ്പെട്ടിരുന്ന വയലാറിനെ പറ്റിയും പി ഭാസ്കരനെ പറ്റിയും ഒ.എൻ.വി. കുറുപ്പ് സാറിനെ പറ്റിയൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നിൽക്കാവുന്ന മറ്റ് ചില കവികളെ പറ്റിയൊക്കെ അന്ന് തങ്കപ്പൻ സാർ പറഞ്ഞത് എൻ്റെ സ്മരണയിൽ നിലനിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുനെല്ലൂർ കരുണാകരൻ്റെ കാര്യവും, അതുപോലെ തന്നെ പൊൻകുന്നം ദാമോദരൻ, അതുപോലെ തന്നെ വളരെ പ്രഗത്ഭനായ വെട്ടിയാർ പ്രേംനാഥ് എന്ന് പറയുന്നൊരു കവിയെപ്പറ്റിയും അദ്ദേഹം പ്രത്യേകം പറയുകയുണ്ടായി. അപ്പോൾ ഇവരെ പലരും വേണ്ടത്ര രീതിയിൽ ലൈംലൈറ്റിൽ വന്നിട്ടില്ല എന്നുള്ള, പ്രത്യേകിച്ചും വെട്ടിയാർ പ്രേംനാഥ് അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റിയൊക്കെ, അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെപ്പറ്റി വളരെ ഭംഗിയായി എനിക്ക് മനസ്സിലാക്കി തന്ന ഈ തങ്കപ്പൻ സാറായിരുന്നു. ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു പാരസ്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. തങ്കപ്പൻ സാറിൻ്റെ ഒരുപാട് കൃതികൾ, അദ്ദേഹം കാഥികനായിരുന്നു, കഥാകൃത്തായിരുന്നു, കവിയായിരുന്നു, ഇങ്ങനെ ഏത് തുറയിലും ഗായകനായിരുന്നു. ഇങ്ങനെ നാനാ തുറയിൽ വ്യക്തിത്വം ഉണ്ടാക്കിയ, പ്രതിഫലിപ്പിച്ച ഒരു മഹാനായ വ്യക്തി ആയിരുന്നു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. പതിതരുടെ ഓണം എന്ന പേരിൽ സാറെഴുതിയ ഒരു കാവ്യ സമാഹാരം, അത് തിരുവനന്തപുരം ദൂരദർശന് വേണ്ടിയിട്ട് ഓണപ്രോഗ്രാമായി ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി.
ചെക്കേലൂതിക്കും മുമ്പേ ചെമ്പട്ടു വീശും മുമ്പേ തെയ്യം താര ചെമ്പാവും പാടത്തെ ചാത്തനും നീലിയും വെക്കം നടന്നേ തെയ്യം താര പെലകാല വെട്ടം കണ്ടേ പെരുമീനുദിച്ചും കണ്ടേ തെയ്യം താര. ആ സമയത്താണ് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് ഐതിഹ്യങ്ങളെ പറ്റിയൊക്കെ പറയുകയും ചെയ്തു. മാവേലിയും മഹാബലിയും രണ്ടാണെന്നും ഒക്കെ എന്ന് അദ്ദേഹം പറഞ്ഞ് സമർത്ഥിച്ചത് ഞാൻ ഇന്നെന്ന പോലെ സ്മരിക്കുകയാണ്. അതിലെ പാട്ടുകളെല്ലാം തന്നെ ചെക്കയിലുദിക്ക് മുമ്പ്, ഇപ്പോഴത്തെ ചെക്കയിൽ അടിക്കും എന്നാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ചെക്കൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെക്കയിലുദിക്കും മുമ്പേ തെയ്യം താര ചെമ്പട്ടു വീശും മുമ്പേ തെയ്യം താര ചെമ്പാവും പാടത്തെ ചാത്തേനും നീലിയും വെക്കം നടന്നേ തെയ്യം താര. ഇത് സാറെന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥങ്ങളെല്ലാം വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വേറൊരു പാട്ട് എനിക്ക് വളരെ ഹൃദയസ്പൃക്കായിട്ട് തോന്നി ഒരെണ്ണമുണ്ട്. മുന്നാഴി നെല്ലി നരക്കണ്ടം കൊയ്യുന്ന മുന്നായം പാടത്തെ കുഞ്ഞേളച്ചേ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. കണ്ടം കൊയ്യണ മുന്നായം പാടത്തെ കുഞ്ഞളച്ചി കൊട്ടണുണ്ട് തുടി കൊട്ടണുണ്ട് നിന്റെ പൊട്ടിലെടുത്തോണ്ട് പോന്നോളോ പിമ്പക്കം ചാലിലര നീരുവെള്ളത്തിൽ ചെമ്പാവ് കൊയ്യണ കുഞ്ഞിളച്ചി നിന്റെ മടിയിലിരിക്കണ മട്ടിയിൽ ഒന്നു ചവക്കാനിരിക്കണുണ്ടോ നിന്റെ മടിയിലിരിക്കണ വട്ടി ഒന്നു ചവയ്ക്കാനിരിക്കണുണ്ടോ നോക്കണുണ്ട് നിന്നെ നോക്കണുണ്ട് നിന്റെ പോക്കും വരവും നോക്കണുണ്ട് നോക്കിയടുക്കുമ്പം ചോദിക്കണം തമ്പ്ര കെട്ടുവോ കെട്ടിയോളാക്കുവോന്നേ. ഹൃദയസ്പൃക്കായ ഒരു പ്രതിഷേധം കൂടായിരുന്നു. ഞാറു പറിച്ചു നടക്കണ നേരത്ത് ഞാവാലി തമ്പുരാൻ വന്നാലോ. ഇതുപോലെ ഒരുപാട് അറിയപ്പെടാതെ കിടന്ന കാലം വിസ്മൃതിയിലാക്കിയ ഒരുപാട് പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞളച്ചി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഥോളജിക്കൽ ക്യാരക്ടറായിട്ട് പോലും അതിനെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഞാവാലി തമ്പുരാൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഇതൊക്കെ അദ്ദേഹം ആ സാമൂഹ്യശാസ്ത്രമെല്ലാം വിശദീകരിച്ച് കഴിയുമ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രതിഭ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. എങ്കിലും ഒരുപാട് ഗാനങ്ങളുമല്ല, എനിക്ക് തോന്നുന്നു പൂവല്ല പൂന്തളിരല്ല എന്നുള്ള പാട്ട് എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. അത് ഭാസ്കരൻ മാഷ പേരിലാണ് ഇപ്പം വന്ന് കിടക്കുന്നത് എങ്കിൽ പോലും എൻ്റെ ഒരു സംശയമാണ്, അത് അദ്ദേഹം എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, പൂവല്ല പൂന്തളിരല്ല. ആ പാട്ടിൻ്റെ സ്വഭാവം കണ്ടത് ഭാസ്കരൻ മാഷ എഴുതിയാൻ തോന്നത്തുമില്ല. അത് അതിൻ്റെ അടുത്ത അനുപല്ലവിയും അതുപോലെ തന്നെ ചരണമൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അത് ഒരു എമ്മൻ ടച്ച് ഉള്ള ഒരു കവിത പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് കാവ്യ ശാഖയിൽ പി കുഞ്ഞിരാമൻ നായരാണ് ബിംബങ്ങൾ വാരി വിതറി കവിത എഴുതിയത് എന്നൊരു വൈപ്പ് എല്ലാവരും പറയുന്ന ഒരു സത്യമാണ്. എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നതിൽ കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിന് സമാനമായ രീതിയിൽ ഈ ബിംബങ്ങൾ ഒരുപാട് വാരി വിതറി നാടൻ ഭാഷയിൽ ജനങ്ങൾക്ക് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം എഴുതി എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമായ കാര്യമാണ്. അത്തം പൂത്തിറങ്ങി ചിത്തിരക്കളിരു കണ്ടേൻ ചന്ദ്രൻ നോക്കും പോലെ അത്തം പൂത്തിറങ്ങി ചിത്തിരക്കളിരു കണ്ടേൻ ചന്ദ്രൻ നോക്കും പോലെ അത്തം പൂത്തിറങ്ങി താര അഞ്ഞാഴി പൂവിറങ്ങി
ചിത്തിരെ കതിരു കണ്ടേ താര ചെമ്മനം ഞാൻ ലൈൻസ് എല്ലാം മറന്നുപോയി. ഒരുപാട് നാളുകൾക്ക് മുമ്പ് എടുത്തൊരു സിനിമയായിരുന്നല്ലോ. അതുപോലെ ഓരോ പാട്ടുകളാണേലും അവസാനം പിന്നെ വളരെ ദുഃഖത്തോടുകൂടി തന്നെ നീലിയോട് പറയുന്നുണ്ട് ഇങ്ങനെ, നീ ഈ തമ്പുരാൻ്റെ അടുക്കൽ ഇതെല്ലാം കൊണ്ട് ഇന്ന് പാട്ടും കുരുവയുമാണ് തെയ്യം താരം നമുക്ക് ഓണക്കണിയായിട്ട് കിട്ടുന്നത്, നമുക്ക് ഓണക്കാഴ്ചയായിട്ട് നമ്മളെല്ലാം ഏത്തക്കായും അതുപോലെ തന്നെ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് തമ്പുരാൻ പടിക്ക് വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. തിരിച്ച് പാട്ടും ഈ ചിരിയും മാത്രമേ ഉള്ളൂ നമുക്കുള്ളത്, മറ്റൊന്നുമില്ല. ഒരുതരം നിസ്സഹായതാബോധവും ഒരു അതിലധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു നീതി നിഷേധവും കൂടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പ്രമസാറിൻ്റെ ആലാപനവും തങ്കപ്പൻ സാറിൻ്റെ രചനയും എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം മലയാള സാഹിത്യത്തിൽ വളരെയധികം ശ്രദ്ധേയനാകേണ്ടുന്ന ഒരു കവിയായിരുന്നു. ഇന്ന് കിട്ടിയ പോലെ ഒന്നും പോരാ, അദ്ദേഹത്തിന് അതുപോലെ ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കേണ്ടുന്ന ഒരു എന്താണ് സാഹിത്യ സദസ്സിൽ അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ പോയടത്തില് പണ്ട് കമ്മലെടുത്തണിഞ്ഞു, കമ്മലാടുന്ന കണ്ട് ദൂരെ ചെമ്മരപ്പൂ വിരിഞ്ഞു. അത്തിനും തിന്തിനന്തോ താര താര ദിനന്തിനന്തോ, അത്തിനും തിന്തിനന്തോ താര താര ദിനന്തിനന്തോ. ആരെല്ലാം കൂടെയുണ്ട് നാളെ മാവേലി പാട്ടുപാടാൻ, ആരെല്ലാം പോകണുണ്ട് നാളെ പൊന്നോണ കൂത്തുകാണാൻ. അത്തിനും തിന്തിനന്തോ താര താര ദിനന്തിനന്തോ, അത്തിനും തിന്തിനന്തോ താര താര ദിനന്തിനന്തോ.